നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ഭക്തജനങ്ങൾ ചോദിക്കേണ്ടായി പുതിയ മേൽശാന്തിയെ പരിചയപ്പെടുത്തില്ലല്ലോ എന്ന്. ഇത്തവണ കുറച്ച് വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് സമയം നമുക്ക് കിട്ടിയത്. ഉത്സവവും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാട്ടോ. കാപ്രമാരത്ത് അച്യുതൻ നമ്പൂതിരി, അദ്ദേഹത്തിന് നമസ്കാരം. അപ്പോൾ അങ്ങേക്ക് ആദ്യമായിട്ടാണ് മേൽശാന്തി സ്ഥാനം? അതെ അതെ, ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് കൊടുക്കാറുണ്ടല്ലേ? 4 തവണയായിട്ട് കൊടുക്കാറുണ്ട്. 4 തവണ. ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അറിയുന്ന സമയത്ത്? ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങളൊക്കെ ആരായാലും ആ ഒരു അവസരം കിട്ടുകയാണല്ലോ. നമുക്ക് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇല്ലത്തുനിന്നുള്ളവരൊക്കെ കൊടുത്താൽ ആ സമയത്ത് നമുക്ക് നേരിട്ട് ചെന്ന് ഭഗവാനോട് തൊഴാൻ ഒരവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്താറില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോവുക അങ്ങനെ പതിവില്ല. ആർക്ക് കിട്ടിയാലും സന്തോഷം. ആ കൂട്ടത്തിൽ അത് ആർക്കാണെന്ന് അറിയുന്നത് വരെ അവിടെ ആ ഒരു ഉള്ളറിഞ്ഞ ഒരു പ്രാർത്ഥനാ നിമിഷം അത് നഷ്ടപ്പെടുത്താറില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. അതെ, അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ലത്തുനിന്ന് മുമ്പ് ആരെങ്കിലും ആയിട്ടുണ്ട്? ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ മുത്തപ്പൻ്റെ മകൻ, അച്ഛൻ്റെ മുത്തശ്ശൻ്റെ അനിയൻ്റെ മകൻ 2015 ഒക്ടോബർ മുതൽ 16 മാർച്ച് വരെയുള്ള അതിലായിരുന്നു നാരായണ നമ്പൂതിരി. അങ്ങ് അധ്യാപകനാണ്? അതെ അതെ. അപ്പോൾ എങ്ങനെയാ പൂജാതി കാര്യങ്ങളൊക്കെ മുമ്പേ പഠിച്ചിട്ടുണ്ടോ? പൂജാതി കാര്യങ്ങളൊക്കെ സാധാരണ ഇല്ലത്ത് ചെറുപ്പത്തിൽ തന്നെ കാരണവന്മാർ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ വിശാക്കി തരാറുണ്ട്. പിന്നെ അത് തുടർന്ന് പോകുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി അധികമായിട്ട് അറിയണ്ടേ ഗുരുവായൂർ അമ്പലത്തിലെ എന്ന് പറയുമ്പോൾ? ഗുരുവായൂർ അമ്പലത്തിലെ എന്നുള്ളതൊക്കെ ഇനി അതിൻ്റെ മറ്റേത് അമ്പലം പോലെ അല്ലല്ലോ. ഗുരുവായൂർ അമ്പലത്തിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സാധാരണ നമുക്ക് ഒരു വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളൊക്കെ സാമാന്യം അവിടുന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് വശാക്കി. അച്ഛൻ തന്നെയാണ്. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇനി ഇവിടെ തന്ത്രിയുടെ പ്രത്യേക ഉപദേശങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങയുടെ ഇല്ലം യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുക, യാഗം ചെയ്യുന്ന ആ ഒരു പാരമ്പര്യമാണ് കേട്ടത്. അതിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായോ? ഞങ്ങളുടെ ഈ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈ ആധാനം എന്ന് പറഞ്ഞാൽ. ആധാനം ചെയ്താൽ അടിതിരി ആവുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ത്രേതാഗ്നി 3 ഗുണ്ടങ്ങളിലായിട്ട് അഗ്നി സൂക്ഷിക്കും. അപ്പം അത് ആ ചെയ്ത ആളുടെ ഭാര്യയോ ഭർത്താവോ അതിൽ ഒരാൾ ജീവിക്കുമ്പോൾ മുഴുവൻ അവർ രണ്ടുപേരും ജീവിക്കുമ്പോൾ അതുണ്ടാവണം. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ കെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ 100 കണക്കിന് വർഷങ്ങളുടെ പരമ്പരയായിട്ട് അത് ഇല്ലത്ത് ഈ സോമയാജിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ സംസ്കാരത്തിൽ അത് ആ ഒരു അഗ്നിയുടെ ഇതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ്. അവരെ സംസ്കരിക്കുമ്പോൾ അഗ്നിയില് അഗ്നിഹോത്ര സംസ്കാരം എന്നാണ് പറയുക. അതിനെ ഇത് ഉപയോഗിക്കണം. യജമാനാണ് മരിച്ച വിചാരിച്ചാൽ യജമാനൻ്റെ സംസ്കാരത്തിന്, ആദ്യം മരിച്ചത് യജമാനാണെങ്കിൽ പത്നിയാണ് മരിച്ച വിചാരിച്ചാൽ പത്നിയുടെ സംസ്കാരത്തിന് അതുവരെ അത് സൂക്ഷിക്കണം. പക്ഷെ അത് അപ്പം ഞങ്ങളുടെ അവിടെ എങ്ങനെ വന്നു വിചാരിച്ചാൽ ഒരാൾ മരിക്കുമ്പോഴേക്കും വേറൊരാളുടെ അഗ്നി അവിടെ അനിയന്മാർ അടുത്ത തലമുറയിലുള്ളവരുണ്ടായിട്ട് അങ്ങനെ തുടർന്ന് ഞങ്ങളുടെ വടക്കിണിയിൽ എത്രയോ വർഷങ്ങളത് തുടർന്ന് പോന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയിട്ടില്ല. ഈ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കുന്നത് ഈ അഗ്നി കെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങയുടെ ഇല്ലത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ ദക്ഷിണ സ്വീകരിക്കാനായിട്ട് വന്നിട്ട്? എൻ്റെ മുത്തശ്ശൻ അതുപോലെ ഏറ്റവും അടുത്ത കാലത്ത് നമ്മുടെ മൂലങ്കോട് അതിരാത്രമൊക്കെ ചെയ്ത ശങ്കരനാരായണൻ അക്കിത്തിരിപ്പാട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പാരായണത്തിനൊക്കെ വന്നിരുന്നു. അദ്ദേഹമൊക്കെ അത് ചെയ്തിരുന്നു. അവരൊക്കെ ഇവിടെ വന്നിരുന്നു. ശരി, ആ ദക്ഷിണ സ്വീകരിക്കാനായിട്ട് അങ്ങ് വരെ ഉണ്ടായിട്ടില്ല? ഞാൻ അതിന് വന്നിട്ടില്ല. അതായത് ദക്ഷിണ സ്വീകരിക്കാനല്ല, അവരെ സഹായിക്കാനായിട്ട് ഏട്ടന്മാരൊക്കെ വന്നിരുന്നു. അപ്പൊ അതും വലിയൊരു കാര്യമാണ്. ഇല്ലത്ത് അങ്ങനെ ഒരു അഗ്നി കെടാതെ സൂക്ഷിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും. ഗുരുവായൂരപ്പനായിട്ടുള്ള അങ്ങയുടെ ആ ഒരു ബന്ധം? ഗുരുവായൂരപ്പനായിട്ടുള്ള ബന്ധം, ഞാൻ പട്ടാമ്പി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അവിടെ മേശാന്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു 36 കൊല്ലത്തോളം ഉണ്ടായി.
അത് ശരി. അപ്പോൾ ആ കാലത്ത് അവിടെ പഠിക്കും, അവിടുത്തെ പൂജകൾ അച്ഛനെ സഹായിച്ചുകൊണ്ടും കഴിഞ്ഞു. ആ സമയത്ത് 88, 90 ആ കാലം മുതൽക്കൊക്കെ എല്ലാ വൈശാഖത്തിലെയും വായനകൾ കേൾക്കാൻ സപ്താഹം, ഞാൻ അന്ന് തന്നെ ഭാഗവതം പാരായണം ചെയ്യുകയൊക്കെ പതിവുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗുരുവായൂരത്തിനെ തൊഴുക, അതോടൊപ്പം അന്ന് ഇപ്പോഴത്തെ കുളപ്പരയുടെ മുകളിലാണല്ലോ ആഞ്ഞത്തിൻ്റെയും തോട്ടത്തിൻ്റെയൊക്കെ വായന ഒക്കെ നടക്കും, അതവിടെ നിന്ന് കേൾക്കുക. അത് അന്ന് തന്നെ ഉള്ളിലൊരു ഇതായിരുന്നു. അപ്പോൾ ഗുരുവായൂർ എല്ലാ മാസവും തൊഴുക എന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് ഞാനൊരു 88 മുതൽക്കുണ്ട്. അങ്ങ് നല്ലൊരു പ്രഭാഷകനാണ്, ഭാഗവത ആചാര്യനാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ അധ്യാപനത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ഭാഗവതാചാര്യനായിട്ടും രണ്ടും ഒരുപോലെ തന്നെ പോവാറുണ്ട്, സപ്താഹങ്ങളായിട്ട് തന്നെ ആചാര്യ സ്ഥാനത്ത് തന്നെ. ഇനി അങ്ങേക്ക് അടുത്ത ഒരു സപ്താഹം ഇതിന് ശേഷം വരികയാണെങ്കിൽ കുറച്ചധികം ഭഗവാനോട് അടുപ്പം കൂടിയിട്ടായിരിക്കാം അല്ലേ? ഇവിടെ ഗുരുവായൂർ പതിവുണ്ടോ അങ്ങയുടെ? ഗുരുവായൂർ ഒരു തവണ സപ്താഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭജന സമിതി, ഈ അവരുടെ ഭജന സമിതി ഉണ്ടല്ലോ, മറ്റേ കീഴ്ശാന്തിമാരുടെ, അപ്പോൾ അതിലെ പ്രഭാഷണത്തിന് കുറേ കാലങ്ങളായിട്ട് ഞാനിവിടെ കന്നിമാസത്തിലെ ഭജനക്കാരത്തെ, അത് ഞാനും അങ്ങനെ വിചാരിക്കാറ്. അത് എനിക്കും ഭജിക്കാനുള്ള, പ്രഭാഷണത്തിൽ എനിക്ക് ഭജിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ കരുതാറുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് വന്നാലും ഞാൻ ഇപ്പോൾ ചില ദിവസം സ്കൂളില്ലാത്ത ദിവസങ്ങളിലെ ഒഴിവില്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തായാലും അതിലെന്തായാലും പങ്കെടുക്കാറുണ്ട്. അതൊരു ഗുരുവായൂരപ്പനെ സേവിക്കുന്ന കീഴ്ശാന്തിമാർ നടത്തുമ്പോൾ അത് ഗുരുവായൂരപ്പൻ നടത്തുന്ന ഒരു കാര്യമല്ല, അങ്ങനെ ഞാൻ അതിൽ പ്രത്യേകം ഇപ്പോൾ ഭഗവാന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഭാഗവതം മുഴുവൻ അറിയുന്ന ഒരാളെന്ന് പറയുമ്പോൾ അങ്ങേക്ക് പക്ഷെ ഭഗവാൻ ഏത് ഭാവത്തിലാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്? ഭഗവാന്റെ എല്ലാ ഭാവവും ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധ്യമല്ല, എങ്കിലും നമുക്ക് ഭഗവാനോടുള്ള ഒരു വാത്സല്യ ഭക്തിയായിട്ടാണ് മനസ്സിൽ ഉള്ളത്. അങ്ങനെയാണ് എപ്പോഴും തോന്നാറുണ്ടത്. അതുകൊണ്ടായിരിക്കും അങ്ങേക്ക് മേൽശാന്തി സ്ഥാനം, അമ്മയുടെ സ്ഥാനമാണ് എന്നാണല്ലോ പറയാ, അണിയിച്ചൊരുക്കാൻ പാകത്തിന് ആ ഒരു ബാലലീലകൾ തന്നെയായിരിക്കും. അതാണ് ഞാൻ വായനയ്ക്കായാലും ഒക്കെ എനിക്ക് ഏറ്റവും ഇതായിട്ട് ഒന്ന് വാത്സല്യഭാവം, ഒന്ന് ആ ഒരു സുധാമാവിൻ്റെ ആ ഭാവവും, അത് വല്ലാതെ ഹൃദയത്തിൽ അങ്ങനെ എന്നും വായനയ്ക്കായാലും അത് വല്ലാതെ മനസ്സിനെ തട്ടാറുണ്ട്. അത് തന്നെയാണ് പ്രഭാഷണത്തിൽ അങ്ങേറ്റവും നന്നായി അങ്ങേക്ക് തോന്നുന്ന. അതെ, എനിക്ക് എല്ലാതും നന്നായോ എന്നൊക്കെ എനിക്കറിയില്ല. ഗുരുവായൂരപ്പൻ്റെ നമുക്കൊരു നിർവൃതി കിട്ടാറുണ്ട് അതൊക്കെ പറയുമ്പോൾ. ബാലലീലകൾ ഉണ്ണികൃഷ്ണനായിട്ട് തന്നെയാണ്. ഇവിടെ മുന്നേയുള്ള മേൽശാന്തിമാരൊക്കെ പറയാറുണ്ട് അവർക്ക് ഇങ്ങനെ മേൽശാന്തി സ്ഥാനം കിട്ടുന്നതിന് മുൻപ് ചെറുതായിട്ടൊരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്താ തോന്നിയത് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്തോ ഞാനൊരു വാക്ക്, ഞാൻ വളരെ വേണ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ 16-ാം തീയതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞാനന്ന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ ഒഴിവുകഴിവൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞപ്പോഴാണ് പലരും പറയണു ഇതായിരുന്നോ ഇത് ചോദിച്ചു. അതെനിക്കറിയില്ല. പക്ഷെ അവിടെ എൻ്റെ ഇല്ലത്തെ ഒരു ചെറിയ ഉണ്ണിയുണ്ട്, അയാൾ എനിക്കറിയില്ല കേട്ടോ. അയാൾക്ക് ഇവിടെ ഇവിടെ നിന്ന് മെസ്സേജും ഇതൊക്കെ കൂടി വന്നപ്പോൾ 3.5 വയസ്സായിട്ടേ ആ ഉണ്ണി എന്നെ ഏട്ടാച്ചൻ എന്നാണ് പറയുക. അതൊക്കെ ഞങ്ങളൊക്കെ ഏട്ടാച്ചനെ കിട്ടുന്നൊക്കെ അറിയായിരുന്നല്ലോ എന്നാ 3.5 വയസ്സുകാരൻ പറഞ്ഞു അത്രേ. അത് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ പറഞ്ഞതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് പേരായി പറയുന്നു ചെറിയ ചില ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു അമിതമായിട്ടുള്ള ആഹ്ലാദം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അത് വെച്ചാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. ആ കുട്ടി ഗുരുവായൂരപ്പനിലൂടെ പറഞ്ഞതായിട്ട് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. മറ്റ് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അച്ഛനെ സഹായിക്കാനായിട്ടാണെങ്കിലും പോയിണ്ടേ പറഞ്ഞു. ചന്ദനം ചാർത്താനൊക്കെ എങ്ങനെയാ? ചന്ദനം ചാർത്താൻ ഞാൻ അവിടെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഓരോ ദിവസവും പ്രത്യേകമായ അലങ്കാരങ്ങളൊന്നും അവിടെ നിന്നും അങ്ങനത്തെ ഒരു
ഗുരുവായൂരത്തെ കാര്യം ഗുരുവായൂർ മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. ഭഗവാനെ തൊഴാൻ വരുമ്പോൾ അങ്ങേക്ക് കാണണം എന്ന് തോന്നിയിട്ടുള്ള അലങ്കാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗുരുവായൂർ വരുന്ന സമയത്ത്? ഇവിടുത്തെ ഏത് വന്നാലും ഒരു ഒരു വല്ലാത്തൊരു നിർവൃതിയാണ്. പക്ഷെ അതിലാ ഒരലും വലിച്ച് നടക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ദാമോദര ലീല, അത് പറയാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ചെയ്യുന്നുണ്ടോ ഈ ഒരു വികൃതി കാണിക്കണം. അതെ, അത് ആവർത്തിച്ചിട്ട് അത് ചാർത്താറുണ്ടെങ്കിലും അത് എത്ര കണ്ടാലും മതിയെ വരാറില്ല. അങ്ങനെ തരാവാറുണ്ടോ വരുമ്പോ അങ്ങനെ? പലപ്പോഴും തരായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാവം അതിലെ ഏറ്റവും നല്ലൊരു ലീല ബാലലീലയിൽ തന്നെ തോട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ വായന കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് സപ്താഹങ്ങൾ അദ്ദേഹത്തിന് കേട്ട് അദ്ദേഹം ഇത് വർണ്ണിക്കണേക്കാളും ഭയങ്കര അങ്ങും കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ്, അതായിരിക്കാം, എനിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. തോട്ടത്തിനെ ഭാഗവതത്തിന്റെ ഉപാസന തുടങ്ങുമ്പോൾ മുത്തശ്ശൻ തന്നെയാണ് ഉപദേശമൊക്കെ തന്നത്. പക്ഷെ അതിലേക്ക് ഒരു ഇത് ഉണ്ടാവണത് ശരിക്കും ഗുരുവായൂർ എന്ന്, അതിൽ പ്രത്യേകിച്ചും തോട്ടത്തിന്റെയും താട്ടയൂരമ്പൂരുടെയൊക്കെ വായന എന്തോ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഇപ്പോഴത്തെ കാലത്താണ് വെൺമണി കൃഷ്ണനൊക്കെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത കൃഷ്ണലീലകള് വർണ്ണിക്കുന്ന സമയത്തുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങയുടെ വായന കേൾക്കാൻ ഇതുവരെ തരായിട്ടില്ല. ഇനി മേൽശാന്തി ആയി ഇറങ്ങിയതിന് ശേഷം തരാവട്ടെ. ഗുരുവായൂരപ്പൻ എന്നെയും കൂടി അനുഗ്രഹിക്കട്ടെ അതിന്. അപ്പോൾ ഇവിടെ അങ്ങയുടെ ഭാഗ്യമായിട്ട് തന്നെയായിരുന്നു ഇവിടെ ഗുരുവായൂർ ഒരു തവണ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങയുടെ ഭാഗ്യമായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രഭാഷണത്തിന് ഈ കിഷാന്തിക്കാരുടെ ഭജനത്തിന്റെ പ്രഭാഷണത്തിന് അത് അങ്ങ് തിരഞ്ഞെടുക്കുകയാണോ വിഷയം, അതോ അവരെന്താണോ പറഞ്ഞത് അത് ചെയ്യും, അവര് പറയുന്ന വിഷയങ്ങള് അങ്ങനെ ഭാഗവതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള അവര് പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞാല് അവര് നമ്മളോട് പറയാം എന്താ വെച്ചാൽ പറഞ്ഞോളൂ പറയും. അപ്പൊ ഇവിടുത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ വന്നാലേ എന്താ നമുക്ക് പറയേണ്ടത് ഒരു പ്ലാനും ഉണ്ടാവരുതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഈ കുടുംബത്തിനെ കുറിച്ച് അങ്ങയുടെ കുടുംബത്തിനെ കുറിച്ചും കൂടി. കുടുംബം എനിക്ക് അച്ഛൻ മരിച്ചു, അമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മ അസുഖങ്ങളൊന്നും ചെറുതായിട്ടൊക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ഭാര്യ നിസ എന്നാണ് അവരുടെ പേര്. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യും. ഇല്ലം മരുദൂര്, അതായത് കൊച്ചുകടവ് എന്ന് പറയുമ്പോൾ ആറക്കടവെടുത്ത്. കുട്ടികൾ ഒരാളാണ് BA പഠിക്കുന്നത്, BA ആനിമേഷൻ. അപ്പൊ അദ്ദേഹത്തിന് ഭാവിയിൽ ഇതുപോലെ മേൽശാന്തി സ്ഥാനത്ത് കാണാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ, അതിനും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകരോട് അങ്ങയുടെ പ്രാർത്ഥന ഇനി വരുന്ന 6 മാസവും ഞങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള അപേക്ഷയുണ്ട്. അങ്ങന്ന് പറഞ്ഞാൽ സന്തോഷമാവും. ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ സേവിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു സങ്കല്പിക്കാനില്ല, അതിനപ്പുറമൊന്നും ഇതില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. അതേപോലെ എല്ലാവരും, കാരണം ഇവിടുത്തെ ഇതെല്ലാം വേണ്ട പോലെ നിർവഹിച്ചു വരുന്നത് ഭക്തന്മാരുടെയും കൂടിയും പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതുണ്ടാവട്ടെ, എല്ലാവരും അതിന് പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ പുണ്യാണ് ഇത്. കഴിഞ്ഞും അങ്ങയെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ. എന്തൊക്കെ അനുഭവങ്ങൾ അങ്ങേക്ക് തന്നതെന്നും കൂടി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കട്ടെ. ഞങ്ങളതും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി.